ഹായ് മക്കളെ, അപ്പോൾ നമ്മൾ ക്ലാസ് 10 CBSE മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? റിയൽ നമ്പേഴ്സ് അല്ലേ. ഇത് വളരെ കുറച്ച് സമയം കൊണ്ട് വളരെ എളുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. വളരെ കുറച്ച് സമയം കൊണ്ടേ പറയുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ ഒരു പോർഷൻസും മിസ്സാക്കുന്നില്ല, എല്ലാ പോർഷൻസും പറയുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ പറയാം. ഇത് എന്തിനു ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനെ പറ്റിയിട്ടുള്ളൊരു ഫുൾ ഐഡിയ കിട്ടാൻ, ഒരു ഓവറോൾ ഐഡിയ കിട്ടാൻ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. പിന്നെ അതുകൂടാതെ മാത്സ് ബുദ്ധിമുട്ടായിട്ടുള്ളവരൊക്കെ ഇല്ലേ, അവരിപ്പോൾ എങ്ങനെ പഠിച്ചാലും മാത്സ് പ്രശ്നമാണ്, എനിക്കത് കിട്ടുന്നില്ല എന്ന് ആലോചിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കും. ഞാൻ കൂടുതൽ അഭിപ്രായം പറയുന്നില്ല, നിങ്ങൾ ഫുള്ള് കാണും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് കമൻറ്റ് ചെയ്തോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടെന്നു, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്, ആദ്യം തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം പ്രൈം ആൻഡ് കോമ്പോസിറ്റ് നമ്പറാണ്. നമ്മൾക്ക് അറിയാവുന്നതാണ് എന്താണ് പ്രൈം നമ്പർ, എന്താണ് കോമ്പോസിറ്റ് നമ്പർ എന്ന്. പക്ഷെ അതൊന്ന് അറിഞ്ഞിട്ട് പോകണം. കാര്യം ഈ ചാപ്റ്ററിൽ ഫുള്ള് പ്രൈമും കോമ്പോസിറ്റ് നമ്പറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് പ്രൈമും കോമ്പോസിറ്റ് നമ്പരും എന്ന് പറയണമെങ്കിൽ നമ്മൾ ആദ്യം നാച്ചുറൽ നമ്പേഴ്സ് എന്തായിരുന്നു എന്ന് ഓർക്കണം. എന്തായിരുന്നു നാച്ചുറൽ നമ്പേഴ്സ്? നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3, 4, 5, 6 എക്സെട്ര ഇങ്ങനെ പോകുന്ന നമ്പേഴ്സിനെയാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. 1-ൽ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്ന നമ്പറുകളാണ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ. 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ നാച്ചുറൽ നമ്പേഴ്സിലെ ഓരോ നമ്പറുകൾ എടുക്കും, എന്നിട്ട് ആ നമ്പറുകളുടെ ഫാക്ടേഴ്സ് നമ്മൾ എഴുതും. എന്താണ്? ഫാക്ടേഴ്സ് നമ്മൾ എഴുതും. ഫാക്ടേഴ്സ്. അപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ എന്താണ് ഈ ഫാക്ടേഴ്സ്? ഇവിടെ ശ്രദ്ധിച്ചു, ഇവിടെ നോക്കിയേ. 6 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം, എങ്ങനെയൊക്കെ മൾട്ടിപ്പിളുകളായിട്ട് എഴുതാം, അല്ലെങ്കിൽ 6 ആരുടെയൊക്കെ ടേബിളിൽ വരുമെന്ന് നോക്കിയേ. 6നെ നമുക്ക് 1 × 6 എന്ന് എഴുതാം. പിന്നെ 6നെ എങ്ങനെ എഴുതാം? 2 × 3 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? എന്താണ്? 6നെ നമുക്ക് 1 × 6 എന്ന് എഴുതാം, 2 × 3 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6നെ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ നമ്പറുകൾ കൊണ്ട് ഉറപ്പായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ 6നെ ഈ പറഞ്ഞിട്ടുള്ള നമ്പറുകൾ കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? 1, 2, 3, 6. ഈ നമ്പറുകളെയാണ് 6ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഞാൻ പറയുവാണ് 10നെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 1 × 10 എന്ന് എഴുതാം, 2 × 5 എന്ന് എഴുതാം. വേറെ ഏതെങ്കിലും എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ നമ്പറുകളൊക്കെ എന്താണ്? 10ൻ്റെ ഫാക്ടേഴ്സ് ആണ്. 10ൻ്റെ എന്താണ്? ഫാക്ടേഴ്സ് ആണ്. 1, 2, 5, 10. ഓക്കെ അല്ലേ? ഇതെല്ലാം 10ൻ്റെ ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത്? വളരെ സിമ്പിളായിട്ട് പറയാം, ഈ നമ്പറുകൾ കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് ഫാക്ടേഴ്സ് എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പം ഞാനിവിടെ 1 മുതൽ എല്ലാ നമ്പറുകളുടെയും ഫാക്ടേഴ്സ് എഴുതാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോളാം. 1-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫാക്ടറുകൾ. 1നെ ഏത് നമ്പർ കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ? 1 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 1ൻ്റെ ഫാക്ടർ 1 മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇനി 2ൻ്റെ ഫാക്ടർ എഴുതാൻ പറഞ്ഞാൽ ഏതൊക്കെ എഴുതാം നമുക്ക്? 1 എഴുതാം, 2 എഴുതാം. വേറെ എന്തെങ്കിലും ഉണ്ടോ? 2നെ വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ. അടുത്തത് 3 നോക്കിയേ. 3നെയും 1 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇനി 4 എടുത്താൽ ഏതൊക്കെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? ഉറപ്പായിട്ട് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പിന്നെ ആ സെയിം നമ്പറും കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1, 2, 4. അടുത്ത് നോക്ക്. 5നെ ഏതൊക്കെ നമ്പറുകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? സിമ്പിൾ, വേഗം പറഞ്ഞേ. 5നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അടുത്തത് 6നെ ഏതൊക്കെ നമ്പറുകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ അല്ലേ? സിമ്പിൾ പരിപാടി. അടുത്തത് 7നെ ഏതൊക്കെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ അല്ലേ? ഒരു 10 വരെ എഴുതിയേക്കാം. 8നെ ഏതൊക്കെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 7 വരെ എഴുതിയേ. 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അടുത്ത 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ. അടുത്തത് 9നെ ഏതൊക്കെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ലാസ്റ്റ് 10 നമ്മളവിടെ എഴുതിയിട്ടുണ്ട്, എന്നാലും ഒന്ന് പറഞ്ഞേ. 1, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കേട്ടല്ലോ? എല്ലാ നമ്പേഴ്സിൻ്റെയും ഫാക്ടേഴ്സ് എഴുതി. ഈ ഫാക്ടേഴ്സ് എഴുതിയതിൽ ശ്രദ്ധിക്കണേ, ഈ ഫാക്ടേഴ്സ് എഴുതിയതിൽ എക്സാക്ട്ലി 2 ഫാക്ടേഴ്സ് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കണം. എന്താണ്? എക്സാക്ട്ലി 2 ഫാക്ടേഴ്സ്. എക്സാക്ട്ലി 2 ഫാക്ടേഴ്സ് വരുന്ന നമ്പർ ഏതൊക്കെയാണെന്ന് നോക്കണം. എക്സാക്ട്ലി 2 ഫാക്ടേഴ്സ്. കൃത്യമായിട്ട് 2 ഫാക്ടേഴ്സ് മാത്രം വരുന്ന നമ്പറുകൾ ഏതൊക്കെയാണ് നോക്ക്. 1ന് 2 ഫാക്ടർ ഉണ്ടോ? 2 ഫാക്ടേഴ്സ് ഉണ്ടോ? ഇല്ല, ഒരെണ്ണം ഉള്ളൂ അല്ലേ. 2ന് 1 ഉണ്ട്, 2 ഉണ്ട്.
2 ഫാക്ടേഴ്സ്. 3ക്കും 1 ഉണ്ട് 3യും ഉണ്ട്, എക്സാക്ട്ലി 2 ഫാക്ടേഴ്സ്. 4 ഇല്ല 3 ആണുള്ളത്. 5ന് എക്സാക്ട്ലി 2 ഫാക്ടേഴ്സ് 1ഉം 5ഉം. നോക്ക് 7ന് എക്സാക്ട്ലി 2 ഫാക്ടേഴ്സ് 1ഉം 7ഉം. പിന്നെ നോക്കണോ? വേണ്ട. അപ്പോൾ ഈ ഫാക്ടറുകളിൽ എക്സാക്ട്ലി 2 ഫാക്ടേഴ്സ് വരുന്ന നമ്പറില്ലേ അവരാരൊക്കെയാണെന്ന് നോക്കി. 2 വന്നു, 3 വന്നു, 5 വന്നു, 7 വന്നു അല്ലേ. ഈ നമ്പേഴ്സിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഈ നമ്പേഴ്സിനെ 1 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, ആ സെയിം നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യാം. വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എങ്കിൽ മാത്രമേ എക്സാക്ട്ലി 2 ഫാക്ടർ ഉണ്ടാവുള്ളൂ കേട്ടല്ലോ. അപ്പോൾ നോക്ക്, അടുത്ത നമ്പർ ഏതായിരിക്കും? 9 ആണോ 10 ആണോ? അല്ല, 11. 11 ഏതൊക്കെ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 1 കൊണ്ടും 11 കൊണ്ടും. അടുത്ത എത്രയാണ്? 13. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ അല്ലേ? ഈ നമ്പേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രൈം നമ്പർ. എന്താണ്? പ്രൈം നമ്പർ. ശ്രദ്ധിച്ചോളണം, വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ എക്സാക്ട്ലി 2 ഫാക്ടേഴ്സ് വരുന്ന നമ്പറുകൾ, എക്സാക്ട്ലി 2 ഫാക്ടേഴ്സ് വരുന്ന നമ്പറുകൾ, ഇവരാണ് പ്രൈം നമ്പർ. ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ അടുത്ത ചോദിക്കും കോമ്പോസിറ്റ് നമ്പർ എന്താന്ന് ചോദിക്കും. അപ്പോൾ എന്താണ് കോമ്പോസിറ്റ് നമ്പർ എന്താന്ന് ചോദിക്കും. ഇപ്പോൾ പ്രൈം നമ്പർ ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത കോമ്പോസിറ്റ് നമ്പർ എന്താന്ന് ചോദിക്കും. കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാലേ എടാ മോർ ദാൻ 2 ഫാക്ടേഴ്സ്. ശ്രദ്ധിച്ചോളേ, മോർ ദാൻ 2 ഫാക്ടേഴ്സ് വരുന്ന നമ്പർ നമ്മൾ എടുക്കുവാണ്. എന്താണ്? മോർ ദാൻ 2 ഫാക്ടേഴ്സ്. മോർ ദാൻ 2 ഫാക്ടേഴ്സ്. ഇപ്പോൾ എക്സാക്ട്ലി 2 ഫാക്ടർ എടുത്തത്. ഇനി മോർ ദാൻ 2 ഫാക്ടേഴ്സ് എടുക്കുവാണ്. 1ന് ഒരു ഫാക്ടർ മാത്രമേ ഉള്ളൂ, 1 ഫാക്ടർ. അതെടുക്കാൻ പറ്റുമോ? ഇല്ല. മോർ ദാൻ 2 ഫാക്ടേഴ്സ് വേണം. ഇവിടെ നോക്ക്, 4ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് നോക്കിയേ. 1, 2, 4 മോർ ദാൻ 2 ഉണ്ട്. അടുത്തത് 6 നോക്കിയേ, മോർ ദാൻ 2 ഉണ്ടോ? 1, 2, 3, 6 മോർ ദാൻ 2 ഉണ്ട്. അടുത്ത് നോക്കടാ, 8ൻ്റെ നോക്കിയേ 4 മോർ ദാൻ 2 ഉണ്ട്. 9 നോക്കിയേ 3 മോർ ദാൻ 2 ഉണ്ട്. 10 നോക്കിയേ മോർ ദാൻ 2 ഉണ്ട്. ഇവർക്കൊക്കെ മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ട്. ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയേ. 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്, 10 ഉണ്ട്, എക്സെട്രാ. ഇനി അടുത്ത ചോദിച്ചാൽ ആരൊക്കെ വരും? 12ന് മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ടോ? ഉറപ്പായിട്ടുണ്ട്. അടുത്ത 14 ഉണ്ട്, അത് കഴിഞ്ഞ് 15 ഉണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവരൊക്കെ മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉള്ളവരാണ്. ഇങ്ങനെ മോർ ദാൻ 2 ഫാക്ടേഴ്സ് വരുന്ന നമ്പറുകളെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത്. എന്താണ്? കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ 2 ഫാക്ടേഴ്സ്, എക്സാക്ട്ലി 2 ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ പ്രൈം നമ്പർ, മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ കോമ്പോസിറ്റ് നമ്പർ. അപ്പോൾ ഇപ്പോൾ കുറച്ച് പേർക്കൊരു സംശയം വന്നിട്ടുണ്ട്. ഈ 1ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? ഒരു ഫാക്ടർ. 1ന് 2 ഫാക്ടേഴ്സ് ആയിരുന്നുള്ളതെങ്കിൽ പ്രൈം നമ്പറിൽ പെടുത്തായിരുന്നു. 1ന് മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ കോമ്പോസിറ്റിൽ പെടുത്തായിരുന്നു. ഇപ്പോൾ എവിടെയെങ്കിലും പെടുത്താൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 1 എന്ന് പറയുന്ന നമ്പർ പ്രൈം ആണോ? അല്ല. കോമ്പോസിറ്റ് ആണോ? അല്ല. അപ്പോൾ 1 നെയ്തർ പ്രൈം നോർ കോമ്പോസിറ്റ് എന്ന് പറയും. അപ്പോൾ 1 പ്രൈം അല്ല, കോമ്പോസിറ്റും അല്ല. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യം ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് എക്സാക്ട്ലി 2 ഫാക്ടേഴ്സ്. എന്താണ്? എക്സാക്ട്ലി 2 ഫാക്ടേഴ്സ്. 2 ഫാക്ടേഴ്സ് മാത്രമുള്ള നമ്പേഴ്സ്. അവരാരൊക്കെയാണെന്ന് നോക്കിയേ. 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്. അടുത്ത എത്ര വരും? 11 ഉണ്ട്, 13 ഉണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എളുപ്പത്തിൽ പറയാനാണെങ്കിൽ ഇവരെ വേറൊരു രീതിയിൽ പറയാം. ഈ നമ്പറിനെ വേറൊരു നമ്പർ കൊണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. എന്താണ്? വേറൊരു നമ്പർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ആ സെയിം നമ്പർ കൊണ്ടും 1 കൊണ്ടും മാത്രമേ പറ്റുള്ളൂ. നോക്കിയേ, 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് പറയും? only divisible by 1 and the number itself. ഓക്കെ അല്ലേ? ആ നമ്പരും 1 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് പ്രൈം. ഇനി കോമ്പോസിറ്റ് എന്താ? വേഗം പറഞ്ഞേ. കോമ്പോസിറ്റ് എന്താ? ഇപ്പൊ നമ്മൾ പറഞ്ഞ നമ്പർ കോമ്പോസിറ്റ് എന്താ? വേഗം പറഞ്ഞേ. മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവര് കോമ്പോസിറ്റായി. എക്സാമ്പിൾ പറഞ്ഞാൽ 4, 6, 8, 9, 10, 12, 14, 15 എക്സെട്ര. ഇവരെയൊക്കെ വേറെ നമ്പറുകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും.
അത് ഓർത്താൽ മതി. എന്താണ്, ഇവരെയൊക്കെ വേറെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളത് എങ്ങനെ എഴുതും? ഡിവിസിബിൾ ബൈ ഡിവിസിബിൾ ബൈ ഡിവിസിബിൾ ബൈ ഡിവിസിബിൾ ബൈ ബൈ അയ്യോ തെറ്റിയല്ലോ, ഡിവിസിബിൾ ബൈ അനദർ നമ്പർ. ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഓക്കെ അല്ലേ? ഇപ്പൊ പ്രൈമും കോമ്പോസിറ്റും സെറ്റ് ആയില്ലേ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം 1 എന്താണ്? പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല. ഇതൊന്നും ഓർത്തിരുന്നോളും. ഇത്രേ ഉള്ളൂ. ഇപ്പൊ പ്രൈമും കോമ്പോസിറ്റും സെറ്റ് ആയില്ലേ? പ്രൈമും കോമ്പോസിറ്റും സെറ്റ് ആയാലേ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ചാപ്റ്ററിലേക്ക് കടക്കാം. ബാ, പ്രൈം നമ്പർ ആൻഡ് കോമ്പോസിറ്റ് നമ്പർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ബേസ് അല്ലെങ്കിൽ ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോർഷൻ വരുന്നത് പ്രൈം ഫാക്ടറൈസേഷൻ ആണ്. പ്രൈം ഫാക്ടറൈസേഷൻ ഓർക്കുന്നുണ്ടോ? അറിയാവോ നിങ്ങൾക്ക്? ഇത് വളരെ സിമ്പിളാണ്. അതായത് നമ്മൾ പഠിച്ച പ്രൈം നമ്പർ ഇല്ലേ, ഇവർ നമുക്ക് ഈ ചാപ്റ്റർ ഭയങ്കര അത്യാവശ്യക്കാരാണ് കേട്ടോ. പ്രൈം നമ്പർ ആരൊക്കെയാണ്? 2, 3, 5, 7, 11, പിന്നെ എത്രയാണ്? 13, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവരാണ് പ്രൈം നമ്പേഴ്സ്. വേറെ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അവരെ. ഓക്കെ അല്ലേ? ഈ നമ്പറുകൾ ഉപയോഗിച്ച് നമ്മൾ കോമ്പോസിറ്റ് നമ്പർ ഇല്ലേ, ഏതെങ്കിലും ഒരു കോമ്പോസിറ്റ് നമ്പർ ഇല്ലേ, ഈ കോമ്പോസിറ്റ് നമ്പറിനെ പ്രൈം നമ്പറുകളുടെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതും. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി, ഇപ്പം ഞാൻ എടുക്കുവാണ് 12 ഒരു കോമ്പോസിറ്റ് നമ്പർ അല്ലേ. അപ്പോൾ ഞാൻ 12നെ ഇങ്ങോട്ട് എടുത്തു. ഓക്കെ അല്ലേ? 12നെ ഞാൻ ഇങ്ങോട്ട് എടുത്തു. ഈ 12നെ എന്ത് ചെയ്യണം? നമ്മൾ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള ഓരോ പ്രൈം നമ്പറിനെയും ഓർഡർ അനുസരിച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അതായത് 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. പറ്റിയില്ലെങ്കിൽ തൊട്ടടുത്ത പ്രൈം നമ്പറായ 3 എടുക്കുക. 2ഉം 3യും പറ്റിയില്ലെങ്കിൽ അടുത്തെടുക്കുക 5. ഇത് എന്തായാലും ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഉറപ്പായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ 12നെ നമ്മൾ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. പറ്റും, ഈവൻ നമ്പറാണ്, അപ്പോൾ പറ്റുമല്ലോ. 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നിങ്ങൾ 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ സൈഡിൽ ഡിവൈഡ് ചെയ്ത് നോക്കിയോ, ഒരു പ്രശ്നവും ഇല്ല. 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഇവിടെ എഴുതുക, 6. ഓക്കെ അല്ലേ? ഇനി വീണ്ടും 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അതും നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റിൽ നിന്ന് തുടങ്ങണം. 2 കൊണ്ട് പറ്റുമോ എന്ന് നോക്കണം. 6നെ 2 കൊണ്ട് പറ്റുമോ? പറ്റും. അപ്പോൾ 6നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? 3 കിട്ടും. ഓക്കെ അല്ലേ? ഇനി എന്താണ്, ഈ 3നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ സിമ്പിളായിട്ട് 3 എന്ന് പറയുന്ന പ്രൈം നമ്പർ അല്ലേ. പ്രൈം നമ്പർ വന്നാൽ ആ സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ലാസ്റ്റ് ആൻസർ എഴുതിക്കൊള്ളണം. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 1 എന്ന് കിട്ടും. 1 വന്നാൽ നമുക്ക് ഈ പരിപാടി നിർത്താം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഈ എഴുതിയ 12നെ ഇവിടെ വന്നിട്ടുള്ള ഈ നമ്പറുകളുടെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 × 2 × 3 എന്ന്. അപ്പോൾ 12നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 × 3 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് 2 × 2 × 3 എന്ന് പറഞ്ഞാൽ ഇത് 2 × 2 4 4 × 3 12. കറക്റ്റ് അല്ലേ? അപ്പോൾ നമ്മളിവിടെ ചെയ്തത് എന്താ? ഇവിടെ ഒരു കോമ്പോസിറ്റ് നമ്പറിനെ നമ്മൾ പ്രൈം നമ്പറുകളുടെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതി, അല്ലെങ്കിൽ പ്രൈം നമ്പറുകളുടെ ഫാക്ടേഴ്സിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതി. അതുകൊണ്ടാണ് ഈ നമ്പറുകളെ ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. ഈ നമ്പറിനെ നമ്മൾ പ്രൈം ഫാക്ടേഴ്സിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതി. ഇത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ എഴുതണം. പിന്നെ വേറൊരു സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പ് കൂടി പറയാം. 12നെ നമ്മളിപ്പോൾ 2 × 2 × 3 എന്നല്ല എഴുതിയത്. ഇവിടെ 2 രണ്ടെണ്ണം ഇല്ലേ, 2 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ എന്താണ്, 2 രണ്ടെണ്ണം ഉള്ളത് കൊണ്ട് 2 സ്ക്വയർ എന്ന് എഴുതും. ഇൻറ്റു എന്താണ്, ഒരു 3, അതുപോലെ തന്നെ സിമ്പിൾ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അതേ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്മൾ 24ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ പോവുകയാണ്. 24ൻ്റെ ചെയ്യാം. അപ്പോൾ നമ്മൾ 24ൻ്റെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 24നെ ചെയ്യണം. പ്രൈം നമ്പറുകൾ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. 2, 3, 5, 7, 11. 24നെ 2 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും. അപ്പോൾ ആൻസർ എത്രയാണ്? 24നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 12 കിട്ടി. 12നെ 2 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 6. 6നെ 2 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 3 എന്ന് കിട്ടി. 3നെ നമുക്ക് 2 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അടുത്ത 3 ആണ്. 3 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും. അപ്പോൾ ആൻസർ എത്രയാണ്? 1. 1 വന്നാൽ നമുക്ക് നിർത്താം. അപ്പോൾ 24നെ 2 × 2 × 2 × 3 എന്ന് എഴുതാം. എന്താണ്? 2 × 2 × 2 × 3. അപ്പോൾ ആൻസർ എത്രയാണ്? 2 ഇവിടെ എത്ര ഉണ്ട്? 3 എണ്ണം. അപ്പോൾ 2³ ഇൻറ്റു എത്ര വന്നു? 3. സിമ്പിൾ. ഒരെണ്ണം കൂടി നോക്കാം. നോക്ക്. 35. ശ്രദ്ധിക്കണേ,
35ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 35നെയാണ് നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോ. അപ്പോൾ പ്രൈം നമ്പേഴ്സ് 2 3 5 7 11 എക്സെട്ര 35 എടുത്തു. 35നെ 2 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 3 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ചെയ്ത് നോക്കിക്കോ. ഇല്ല. പിന്നെ എന്താ, അടുത്ത 5 ആണ്. 5 കൊണ്ട് ചെയ്യാം. 5 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര വന്നു? 7 വന്നു. ഓക്കെ അല്ലേ? 7 വന്നു. 7നെ 2 കൊണ്ട് ചെയ്യാവോ? ഇല്ല. 3 കൊണ്ട് ചെയ്യാവോ? ഇല്ല. 5 കൊണ്ട് ചെയ്യാവോ? ഇല്ല. 7 കൊണ്ട് ചെയ്യാം. അല്ലെങ്കിൽ സിമ്പിളായിട്ട് 7 ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് 7 കൊണ്ട് ആ സെയിം പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. 1 വന്നാൽ നിർത്താമല്ലോ. അപ്പോൾ 35നെ നമുക്ക് എങ്ങനെ എഴുതാം? 5 × 7 എന്ന് എഴുതാം. സിമ്പിൾ. ഇതാണ് പ്രൈം ഫാക്ടറൈസേഷൻ. അപ്പോൾ അതെ, ഒരു ക്വസ്റ്റ്യൻ വേഗം ചെയ്തേ. ഡിറ്റർമൈൻ ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 60യുടെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. അപ്പോൾ 60 നമ്മൾ അങ്ങോട്ട് എഴുതി. പ്രൈം നമ്പറായ 2 3 5 7 11 ആണ് കൺസിഡർ ചെയ്യേണ്ടത്. 2 കൊണ്ട് ചെയ്യാം, അപ്പോൾ 30 വരും. വീണ്ടും 2 കൊണ്ട് ചെയ്യാം, അപ്പോൾ 15 വരും. 15നെ 2 കൊണ്ട് ചെയ്യാവോ? ഇല്ല. 3 കൊണ്ട് ചെയ്യാവോ? 3 കൊണ്ട് ചെയ്യാം. അപ്പോൾ ആൻസർ എത്രയാണ്? 5 വരും. 5 × 3 ആണ് 15. 5നെ 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല, 3 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അടുത്ത പ്രൈം നമ്പർ തന്നെയാണ്, അതുകൊണ്ട് 5 കൊണ്ട് തന്നെ ചെയ്ത ആൻസർ 1 എന്ന് എഴുതാം. അപ്പോൾ 60യെ നമുക്ക് എങ്ങനെ എഴുതാം നോക്കിയേ? 2 × 2 ഇൻറ്റു പിന്നെന്താ, ഒരു 3 × 5 കൂടി. 3 × 5. 2 എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. അപ്പോൾ 2 സ്ക്വയർ ഇൻറ്റു 3 × 5. സിമ്പിൾ അല്ലേ? ഇത്രേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കി. ഡിറ്റർമൈൻ ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 100. അപ്പോൾ 100നെ ചെയ്യാം. ഓക്കെ അല്ലേ? ഏതൊക്കെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്? 2 3 5 7 11 എക്സെട്ര. 2 കൊണ്ട് ചെയ്യാം, അപ്പോൾ 50. വീണ്ടും 2 കൊണ്ട് ചെയ്യാം, അപ്പോൾ 25. 25നെ 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല, 3 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ 5 കൊണ്ട് ചെയ്യാം. 5 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 5 വന്നു. 5നെ 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല, 3 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. 5 തന്നെ ആയതുകൊണ്ട് 5 കൊണ്ട് ചെയ്യാം. അപ്പോൾ ആൻസർ. അപ്പോൾ നോക്കട്ടെ, 100നെ എങ്ങനെ എഴുതി? 2 × 5 × 5 അല്ലേ? കറക്റ്റ് അല്ലേ? 2 രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് 2 സ്ക്വയർ, 5 രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് 5 സ്ക്വയർ. സിമ്പിൾ. ഇതാണ് പ്രൈം ഫാക്ടറൈസേഷൻ. ഇതാണ് ഈ ചാപ്റ്ററിന്റെ ബേസ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കാനുള്ള ഒരു തിയറം നോക്കാം. നമ്മളിപ്പോൾ പഠിച്ച കാര്യമില്ലടാ, നമ്മളിപ്പോൾ ചെയ്ത പ്രൈം ഫാക്ടറൈസേഷൻ ഇല്ലേ, അത് തന്നെയാണ് ഒരു തിയറമായിട്ട് പറയുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. ശ്രദ്ധിച്ചോളാം. ഞാനിപ്പോൾ 12 എന്ന് പറയുന്ന നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്താണ്, 12നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്ന പ്രൈം നമ്പറുകൾ ഉപയോഗിച്ചാണ്. 2 3 5 7 11 ഇങ്ങനെ പോകും അല്ലേ? 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് 6 കിട്ടി. 6നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പോൾ 3 കിട്ടി. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 1 കിട്ടി. അപ്പോൾ ശ്രദ്ധിക്കണേ, നോക്കൂ. ഈ 12നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 3 എന്ന് എഴുതാം. ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഈ 12 എന്ന് പറയുന്നത് എന്ത് നമ്പറാണ്? കോമ്പോസിറ്റ് നമ്പർ അല്ലേ? ഉറപ്പല്ലേ? ഓക്കെ. ഇനി ഇപ്പുറത്ത് ഈ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതിയിരിക്കുന്ന ഈ നമ്പറുകളെല്ലാം എന്ത് നമ്പറാണ്? പ്രൈം നമ്പർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നോക്കടാ, നമ്മൾ പ്രൈം ഫാക്ടറൈസേഷനിൽ ചെയ്യുന്നത് എന്താ? ഒരു കോമ്പോസിറ്റ് നമ്പറിനെ പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് ആയിട്ട് എഴുതും. അതല്ലേ ചെയ്യുന്നത്? വേറെ എക്സാമ്പിൾ നോക്കണോ? വേറെ എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് നോക്കാം. 30 എടുത്തു. 30നെ നമ്മൾ ചെയ്യുവാണ്. 2 കൊണ്ട് ചെയ്തു, അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 15 കിട്ടി. 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് 3 കൊണ്ട് ചെയ്തു, അപ്പോൾ നമുക്ക് 5 കിട്ടി. വീണ്ടും 5 കൊണ്ട് ചെയ്തു, അപ്പോൾ ആൻസർ എത്ര കിട്ടി? 1 കിട്ടി. അപ്പോൾ ശ്രദ്ധിച്ചേ, 30നെ നമുക്ക് എങ്ങനെ എഴുതാം? 30നെ നമുക്ക് എങ്ങനെ എഴുതാം? 30യെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 3 × 5. ഇനി നിങ്ങൾ തന്നെ നോക്കിയേ, ഈ 30 കോമ്പോസിറ്റ് നമ്പർ അല്ലേ? ഈ കോമ്പോസിറ്റ് നമ്പർ ഈക്വൽ ടു എന്താണ് എഴുതിയത്? പ്രൈം നമ്പറിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതി. ഓക്കെ. വേറെ എക്സാമ്പിൾ കൂടി നോക്ക്. ഇപ്പോൾ 40 കോമ്പോസിറ്റ് നമ്പർ അല്ലേ? 40 ചെയ്ത് നോക്കാം. 2 കൊണ്ട് ചെയ്യാം, അപ്പോൾ 20 വന്നു. വീണ്ടും 2 കൊണ്ട് ചെയ്യാം, അപ്പോൾ 10 വന്നു. വീണ്ടും 2 കൊണ്ട് ചെയ്യാം, അപ്പോൾ 5 വന്നു. 5നെ 5 കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അപ്പോൾ 1 വന്നു. അപ്പോൾ 40യെ നമുക്ക് എങ്ങനെ എഴുതാം? 40യെ നമുക്ക് 2 × 5 എന്ന് എഴുതാം. ഈ 40 കോമ്പോസിറ്റ് നമ്പർ അല്ലേ? അതെന്താണ്? ഇപ്പുറത്ത് വന്നിട്ടുള്ളത് എന്താണ്? എല്ലാം പ്രൈം നമ്പറാണ്. ഇതിനെല്ലാത്തിനെയും പ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതി. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഏത് കോമ്പോസിറ്റ് നമ്പർ എടുത്താലും അതിനെ നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് ആയിട്ട് എഴുതാം.
എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് ആയിട്ട് എഴുതാൻ പറ്റും. ഇതാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് പറയുന്നത്. എന്താണ്? ഏത് കോമ്പോസിറ്റ് നമ്പർ എടുത്താലും നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് ആയിട്ട് എഴുതാം. അതിനെയാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് എന്ന് പറയുന്നത്. ഏത് കോമ്പോസിറ്റ് നമ്പർ വേണമെങ്കിലും നിങ്ങൾ എടുത്തോ, അതിനെ നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് ആയിട്ട് എഴുതാം. ഇപ്പൊ നമ്മൾ എടുത്ത 12നെ നമ്മൾ എങ്ങനെ എഴുതിയത്? 2 ഇൻറ്റു എത്രയാണ്? 2 ഇൻറ്റു 3. ഇപ്പൊ 10 ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. 10നെ നിങ്ങൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ നമുക്ക് 2 ഇൻറ്റു 5 എന്ന് വരും. ഇപ്പുറത്ത് വരുന്നത് എല്ലാം എന്തായിരിക്കും? പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ 8 ഒരു കോമ്പോസിറ്റ് നമ്പർ അല്ലേ? 8നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് വരും. ഓക്കെ, ഇതാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് എന്ന് പറയുന്നത്. ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാൽ ഇങ്ങനെ, ദേ നമ്മൾ പറയുന്നത് ശരിയാണോ നിങ്ങൾ തന്നെ ഒന്ന് നോക്കൂ. എവരി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ്. ഇത്രയൊക്കെ അല്ലേ? അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത 12 എടുത്തോ, 12നെ 2 കൊണ്ട് ചെയ്താൽ 6, വീണ്ടും 2 കൊണ്ട് ചെയ്താൽ 3, വീണ്ടും 3 കൊണ്ട് ചെയ്താൽ 1. അപ്പോൾ ഏത് കോമ്പോസിറ്റ് നമ്പർ എടുത്താലും അതിനെ നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് ആയിട്ട് എഴുതാം. ഇതല്ലേ ഫസ്റ്റ് സെന്റൻസ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി എന്താ? വിച്ച് ഈസ് യുണീക്ക്. യുണീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഈ 12നെ നമുക്ക് ഇങ്ങനെ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. വേറെ ഏതെങ്കിലും രീതി എഴുതാൻ പറ്റുമോ? വേറെ ഏതെങ്കിലും രീതി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓർഡർ മാറ്റാം. വേണമെങ്കിൽ 2 ഇൻറ്റു 3 ഇൻറ്റു 2 എന്ന് എഴുതാം, അല്ലെങ്കിൽ 3 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് എഴുതാം. അതല്ലാതെ ഈ 3 നമ്പർ അല്ലാതെ വേറൊരു നമ്പർ ഉപയോഗിച്ച് 12നെ എഴുതാൻ പറ്റൂല, അല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? യുണീക്ക് എന്ന് പറയുന്നത്. അതായത് ഈ 12ന് മാത്രമുള്ളതാണ് ഈ നമ്പർ. നമ്മളിപ്പോൾ ആധാർ കാർഡൊക്കെ ഇല്ലേ, അത് നമ്മുടെ യുണീക്ക് ഐഡന്റിറ്റിയാണ്. എൻ്റെ ആധാർ കാർഡ് എനിക്ക് മാത്രമേ ഉള്ളൂ, എൻ്റെ ആധാർ നമ്പർ എനിക്ക് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ആധാർ നമ്പർ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ആധാറിൻ്റെ ആ നമ്പറില്ലേ, അത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, അത് വേറെ ആർക്കുമില്ല. നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് മാത്രമുള്ളതാണ്, അല്ലേ? നിങ്ങളുടെ മൊബൈൽ നമ്പർ കുത്തുമ്പോൾ വേറെ ആർക്കെങ്കിലും കിട്ടുമോ? ഇല്ല. നിങ്ങളുടെ മൊബൈൽ നമ്പറുള്ള വേറെ ആരെങ്കിലും ഉണ്ടാവോ? ഇല്ല. ഇങ്ങനെ നമുക്ക് മാത്രമുള്ളതിനെയാണ് യുണീക്ക് എന്ന് പറയുന്നത്. അതല്ല വേറെ ആരും ഉണ്ടാവില്ല. ഒരാൾക്ക് ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. ഫോണിൻ്റെ കാര്യം അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ. ഫോൺ യുണീക്കാണെന്ന് പറയാൻ പറ്റില്ല. ഒരാൾക്ക് ഒരെണ്ണമല്ല, കുറേ ഉണ്ടാവും. അപ്പോൾ ആധാർ നമ്പറിൻ്റെ കാര്യം ആലോചിക്കുക. ആധാർ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അത് വേറെ ആർക്കും ഉണ്ടാവില്ല. അതാണ് യുണീക്ക്. ഓക്കെ 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 അപ്പോൾ ഇവിടെ നോക്ക്, ഈ 12ന് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് വേറെ ആർക്കും ഉണ്ടാവില്ല. അതിൻ്റെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മളുടെ ഡെഫിനിഷൻ. പക്ഷെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ ടെക്സ്റ്റ് ബുക്കിലെ ഡെഫിനിഷൻ കുറച്ചുകൂടി വലുതാണ്. അതൊന്ന് നമുക്ക് പറയാം. നോക്ക്, എവരി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫാക്ടറൈസേഷൻ അല്ലേ ചെയ്തത്, ഫാക്ടറൈസ്ഡ് ആസ് പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ്. അതായത് നമ്മളിപ്പോൾ ഒരു ഏത് കോമ്പോസിറ്റ് നമ്പർ എടുത്താലും അതിനെ നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് ആയിട്ട് എഴുതാം. ഓക്കെ അല്ലേ? എന്താണ്? ഈസ് യുണീക്ക്. യുണീക്ക് എന്ന് പറഞ്ഞാൽ 6നെ 2ഉം 3ഉം ഉപയോഗിച്ച് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. 6നെ 5ഉം 7ഉം ഉപയോഗിച്ച് എഴുതാൻ പറ്റുമോ? 6നെ 7ഉം 11ഉം ഉപയോഗിച്ച് എഴുതാൻ പറ്റുമോ? ഇല്ല. 6ന് ഈ ഒരു കോമ്പിനേഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ? apart from the order in which the prime factors occurs. ഈ 6നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഓർഡർ മാറ്റി എഴുതാം, 3 ഇൻറ്റു 2 എന്ന് എഴുതാം, അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും കാണാതെ പഠിക്കേണ്ടതാണ്. പണ്ട് ക്വസ്റ്റ്യനൊക്കെ വരുമായിരുന്നു, എന്താണ്? സ്റ്റേറ്റ് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതൊരു തിയറമാണ്. തിയറത്തിൽ ഓഫും എന്താണ് ഇന്നും ആൻഡും ഒന്നും മാറിപ്പോവരുത്. അത് കൃത്യമായിട്ട് അതുപോലെ തന്നെ പഠിക്കണം. അപ്പോൾ ഒന്ന് പറഞ്ഞേ, എവരി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഓർ ഫാക്ടറൈസ്ഡ് ആസ് പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് ആൻഡ് ദിസ് ഫാക്ടറൈസേഷൻ ഈസ് യുണീക്ക് എപ്പാർട്ട് ഫ്രം ദ ഓർഡർ ഇൻ വിച്ച് ദ പ്രൈം ഫാക്ടേഴ്സ് ഒക്കേഴ്സ്. നിർബന്ധമായിട്ടും കാണാതെ പഠിക്കണം, ഇത് കാണാതെ പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു 2 ചോദ്യം ചെയ്യാം നമുക്ക്. നോക്ക്, എക്സ്പ്രസ് 140 ആസ് പ്രൊഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ്. ഒന്നുമില്ലടാ, നമ്മുടെ സാധാ പ്രൈം ഫാക്ടറൈസേഷൻ തന്നെ. അതായത് 2, 3, 5, 7, 11 വെച്ച് ചെയ്യണം. ആരെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? 140. 140 നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 2 കൊണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 70 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? 70 വീണ്ടും 2 കൊണ്ട് ചെയ്യാം. സംശയമുള്ളവർ ചെയ്ത് നോക്കണം കേട്ടോ, പോസ് ചെയ്ത് വെച്ചിട്ട്. 70 2 കൊണ്ട് ചെയ്യുമ്പോൾ 35 എന്ന് കിട്ടും. 35നെ നമുക്ക് 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ചെയ്ത് നോക്ക്. 3 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് 5 കൊണ്ട് ചെയ്യാം. അപ്പോൾ 5 കൊണ്ട് ചെയ്യുമ്പോൾ 7 എന്ന് കിട്ടും. 7നെ 2 കൊണ്ട് പറ്റില്ല, 3 കൊണ്ട് പറ്റില്ല, 5 കൊണ്ട് പറ്റില്ല, 7 കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. പ്രൈം നമ്പറാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 140യെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 7. ഒന്നുകൂടി നീറ്റാക്കിയാൽ 2 രണ്ടെണ്ണം ഉള്ളത് കൊണ്ട് 2 സ്ക്വയർ ഇൻറ്റു 5 ഇൻറ്റു 7. സിമ്പിൾ, ഇത്രേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ കൂടി. എക്സ്പ്രസ് 300 ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ്. അപ്പോൾ 300 എടുത്തു.
300 ചെയ്യാം, 2 വെച്ച് ചെയ്യാം, 3 വെച്ച് വരെ ചെയ്യാം, 5, 7, 11 എക്സെട്ര. 2 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടൂടാ? 150. 150നെ വീണ്ടും 2 കൊണ്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടൂടാ? 75. 75നെ 3 കൊണ്ട് ചെയ്യാവേ, സംശയമുള്ളവർ ചെയ്ത് നോക്കണേ. 3 കൊണ്ട് ചെയ്യുമ്പോൾ എത്രയാണ്? 2 times 6, പിന്നെ ഒരു 1 കൂടി വരുന്ന കാരണം 25 എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി 25നെ 2 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 3 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 5 കൊണ്ട് ചെയ്യാം. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 5. 5നെ വീണ്ടും 5 കൊണ്ട് ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടി? 1. അപ്പോൾ ഇവിടെ നോക്കടാ, 300നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 × 3 × 5 × 5. 2 × 2 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ, 3 ഒരെണ്ണം ഉള്ളൂ, ഇൻറ്റു 5 സ്ക്വയർ. 3 ഒരെണ്ണം ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ 3⁻1 എന്നൊക്കെ എഴുതാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ബേസിക്സ്. അപ്പോൾ ഇത് തിയറത്തിൻ്റെ പേരെന്തായിരുന്നു? ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് HCF ആൻഡ് LCM ആണ്. HCF ആൻഡ് LCM നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചു വരുന്നതാണ്. കുറേ മെത്തേഡുകളുണ്ട് HCF ആൻഡ് LCM കണ്ടുപിടിക്കാൻ. പക്ഷേ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പുതിയൊരു മെത്തേഡ്, അതായത് പ്രൈം ഫാക്ടറൈസേഷൻ ഉപയോഗിച്ച്, നമ്മൾ പഠിച്ചിട്ടുള്ള പ്രൈം ഫാക്ടറൈസേഷൻ അല്ലേ, ഈ പ്രൈം ഫാക്ടറൈസേഷൻ ഉപയോഗിച്ച് നമുക്ക് HCF ഉം LCM ഉം എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഇതിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, HCF ഉം LCM ഉം കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മോർ ദാൻ 1 നമ്പറിന് മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കേട്ടല്ലോ? മോർ ദാൻ 1 നമ്പർ ആയിരിക്കണം. അല്ലാതെ ഒരു നമ്പർ തന്നിട്ട് ഇപ്പോൾ ഒരു 6ന്റെ HCF ഉം LCM ഉം കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാര്യം എന്താ? HCF ഉം LCM ഉം കണ്ടുപിടിക്കണമെങ്കിൽ തന്നെ 2 നമ്പറുകൾ വേണം. ഓക്കെ അല്ലേ? 2 നമ്പറുകൾ, ഏറ്റവും കുറഞ്ഞ 2 നമ്പറുകൾ, അതായത് ഒന്നിൽ കൂടുതൽ മോർ ദാൻ 1 നമ്പറുകൾ ഉണ്ടെങ്കിൽ മാത്രമേ HCF ഉം LCM ഉം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2 or more നമ്പേഴ്സിനാണ് HCF ഉം LCM ഉം കണ്ടുപിടിക്കുന്നത്. ഇനി ഇതിൻ്റെ ഫുൾ ഫോം അറിയാൻ പാടില്ലാത്തവരൊന്ന് ശ്രദ്ധിച്ച്. HCF എന്ന് പറഞ്ഞാൽ എന്താ? HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്നാണ്. ഓക്കെ അല്ലേ? എന്ന് പറഞ്ഞാൽ 2 നമ്പേഴ്സ് ഉണ്ടാവും, അവരുടെ ഫാക്ടേഴ്സ് എഴുതും. ആ ഫാക്ടേഴ്സിൽ കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരിൽ ഏറ്റവും ഹയസ്റ്റ്, അതാണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. 2 നമ്പേഴ്സിൻ്റെയും ഫാക്ടേഴ്സ് എഴുതും, എന്നിട്ട് 2ൻ്റെയും കോമൺ ആരൊക്കെയാണെന്ന് നോക്കും, അതിലെ ഏറ്റവും ഹയസ്റ്റ്. അതാണ് ഇതിൻ്റെ ബേസിക് മെത്തേഡ്. ഓക്കെ അല്ലേ? ഇനി LCM എന്ന് പറഞ്ഞാൽ എന്താ? LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 2 നമ്പറുകളുടെ LCM കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അവരുടെ മൾട്ടിപ്പിളുകൾ 2 പേരുടെയും എഴുതും. എന്നിട്ട് അവരുടെ 2 മൾട്ടിപ്പിളുകളിലും കോമൺ ആയിട്ട് വരുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് നോക്കും, അതിൽ ലീസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെടുക്കും. ഇതാണ് ഇവരുടെ ഡെഫിനിഷൻ. പക്ഷെ നമ്മൾ ആ ഡെഫിനിഷൻ ഉപയോഗിച്ചല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എന്തുപയോഗിച്ചാണ് ചെയ്യുന്നത്? പ്രൈം ഫാക്ടറൈസേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ HCF ഉം LCM ഉം കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ. ശ്രദ്ധിച്ചോളണം, വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യനുകൾ തരാം. ആദ്യം ഒരു ക്വസ്റ്റ്യൻ തരാം. എനിക്ക് 10ൻ്റെയും 12ൻ്റെയും HCF ഉം LCM ഉം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം 10ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എഴുതും. 10ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എഴുതാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് 10നെ 2, 3, 5, 7, 11 ഇതാണ് നമ്മളുടെ നമ്പറുകൾ അല്ലേ? ഇനി എന്ത് ചെയ്യുക? ഇതിനെ എന്താണ്? 2 കൊണ്ട് ആദ്യം ചെയ്യാം. അപ്പോൾ നമുക്ക് 5 കിട്ടി. 5നെ 5 കൊണ്ട് ചെയ്യാം. അപ്പോൾ 1 കിട്ടി. അപ്പോൾ നോക്കടാ, 10നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 5 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അടുത്തത് 12 അല്ലേ? എടുത്തു. 12നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. 12നെ നമുക്ക് 2 കൊണ്ട് ചെയ്യാം. അപ്പോൾ 6 കിട്ടും. വീണ്ടും 2 കൊണ്ട് ചെയ്യാം. അപ്പോൾ 3 കിട്ടും. 3നെ 3 കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 1 കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 2 × 2 × 3 എന്ന് കിട്ടി. ഇനി ഞാനിതൊന്ന് എന്താണ് മറ്റേ പവറൊക്കെ കൊടുത്ത് എഴുതാൻ പോവുകയാണ്. 10ന് വല്ല പവറും കൊടുക്കേണ്ട കാര്യമുണ്ടോ? 2 ഒരെണ്ണം ഉള്ളൂ. അപ്പോൾ 2⁻1 ഇൻറ്റു 5ഉം ഒരെണ്ണം ഉള്ളൂ. അപ്പോൾ 5⁻1. ഓക്കെ. അടുത്തത് 12 എഴുതി. 2 എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. 2 സ്ക്വയർ. 3 എത്ര എണ്ണം ഉള്ളൂ? ഒരെണ്ണം ഉള്ളൂ. 3⁻1. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് HCF ആണ്. HCFൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്രൈം ഫാക്ടറൈസേഷൻ എഴുതി കഴിഞ്ഞല്ലോ. ഈ പ്രൈം ഫാക്ടറൈസേഷനിൽ കോമൺ ആയിട്ട് വന്നിട്ടുള്ള നമ്പറുകൾ മാത്രം ആദ്യം നോക്കുക. കോമൺ, കേട്ടല്ലോ? കോമൺ ആണ് ആദ്യം നോക്കേണ്ടത്. കോമൺ വന്നിട്ടുള്ളവർ മാത്രം മതി. കോമൺ ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളത് എടുക്കുക പോലും വേണ്ട. അപ്പോൾ ശ്രദ്ധിച്ചേ, കോമൺ ആയിട്ട് ഇവിടെ ആരൊക്കെയുണ്ട്?
ഇവിടെ രണ്ടിടത്തും 2 ഉണ്ട്, അപ്പോൾ കോമൺ ആണ്. 5 കോമൺ ആണോ? അല്ല. 3 കോമൺ ആണോ? അല്ല. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാരെ മാത്രം മതി. അപ്പോൾ ഇവിടെ 2 കോമൺ ആണ്, ഇവിടെയും 2 കോമൺ ആണ്. ഇവർ രണ്ടുപേരിൽ ആരെടുക്കണമെന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ കോമൺ ആയിട്ട് വന്നവരിൽ ലീസ്റ്റ് പവറുള്ള ആളെ വേണം എടുക്കാൻ. എന്താണ് ലീസ്റ്റ് പവറുള്ള ആള് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ പവറുള്ള ആളാണ്. അപ്പോൾ നോക്കടാ, ഇവിടെ 2⁻1 ഉണ്ട്, 2 സ്ക്വയറും ഉണ്ട്. ലീസ്റ്റ് പവർ ഏതാ? 2⁻1 അല്ലേ? അപ്പോൾ നമ്മൾ HCF എഴുതും. HCF എന്താണ്? 2⁻1, അതായത് 2. സിമ്പിൾ. ഓക്കെ അല്ലേ? ഇനി LCMലേക്ക് വാ. LCMലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ്. LCMലേക്ക് വരുമ്പോൾ നമ്മൾ എല്ലാവരെയും എടുക്കണം. എന്ന് പറഞ്ഞാൽ 2ഉം 5ഉം 3ഉം എല്ലാവരും എടുക്കണം. പക്ഷെ അവിടെ പ്രശ്നമുള്ളത്, അപ്പോൾ കോമൺ ആൾക്കാർ ഉണ്ടാവും. ഈ കോമൺ ആൾക്കാരെ രണ്ടുപേരെ എടുക്കണ്ട. എന്തെടുത്താൽ മതി? അവരിൽ ഹയസ്റ്റ് പവറുള്ള ആളെടുത്താൽ മതി. എന്താണ്? ഹയസ്റ്റ് പവറുള്ള ആളെടുത്താൽ മതി. കേട്ടല്ലോ? എന്തിൽ? LCMൽ. കേട്ടോ? LCMൽ ഹയസ്റ്റ് പവറുള്ള ആളെടുത്താൽ മതി. എല്ലാവരും എടുക്കണം. കോമൺ ആയിട്ട് വരുന്നവരിലെ ഹയസ്റ്റ് പവർ എടുക്കണം. അപ്പോൾ ഇവിടെ നോക്ക്, 2 രണ്ടിടത്തും കോമൺ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് LCMൽ വേണ്ടത് ആരെയാണ്? വലിയ ആളെയാണ്. അപ്പോൾ അയാളെ എടുത്തു. 2 സ്ക്വയർ കഴിഞ്ഞിട്ടില്ല, ഇൻറ്റു എല്ലാവരും എടുക്കണം. പിന്നെ 5 ഒരെണ്ണം ഉള്ളൂ, ആ 5 അതുപോലെ തന്നെ എടുത്തു. കോമൺ ഉണ്ടായിരുന്നെങ്കിൽ വലിയ ആളെടുക്കണേ. ഇവിടെ 3 ഉണ്ട്, അപ്പോൾ 3⁻1 എടുത്തു. സിമ്പിൾ. അപ്പോൾ അതൊന്ന് ചെയ്തെഴുതണം. 2 സ്ക്വയർ എത്രയാണ്? 4. 5⁻1 എത്രയാണ്? 5. 3⁻1 എത്രയാണ്? 3. ആൻസർ എത്ര കിട്ടി? 60. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സിൻ്റെ HCF 2ഉം LCM 60. സിമ്പിൾ അല്ലേ? അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് HCF കണ്ടുപിടിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോമൺ ആൾക്കാരെ മാത്രം എടുക്കുക. എന്നിട്ട് എന്തെടുക്കുക? ലീസ്റ്റ് പവർ എടുക്കുക. ഓക്കെ അല്ലേ? LCM കണ്ടുപിടിക്കാൻ എല്ലാവരും എടുക്കണം. കോമൺ ആയിട്ട് വന്നവരുടെ ഹയസ്റ്റ് പവർ മാത്രം. ഓക്കെ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഞാൻ നിങ്ങളോട് പറയുവാണ് 20യുടെയും 30യുടെയും LCMഉം HCFഉം കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ഇവരുടെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. 2, 3, 5, 7, 11. 20നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുവാണ്. 2 കൊണ്ട് ചെയ്യുമ്പോൾ 10, വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പോൾ 5, 5നെ 5 കൊണ്ട് ചെയ്യുമ്പോൾ 1. കഴിഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് 20 എങ്ങനെ എഴുതാം? 20 = 2 × 2 × 5. ഓക്കെ അല്ലേ? സിമ്പിൾ. അടുത്ത 30യെ ചെയ്യുക. 30യെ നമുക്ക് 2 കൊണ്ട് ചെയ്യാം, അപ്പോൾ 15. 2 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 3 കൊണ്ട് ചെയ്യാം, അപ്പോൾ 5. വീണ്ടും 5 കൊണ്ട് ചെയ്യാം, അപ്പോൾ 1. കഴിഞ്ഞു. അപ്പോൾ എന്താണ് അടുത്ത 30യെ എങ്ങനെ എഴുതാം? 2 × 3 × 5. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് രണ്ടുപേരെയും ഒന്ന് നീറ്റായിട്ട് മറ്റേ സ്ക്വയറൊക്കെ കൊടുത്ത് എഴുതണമെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 20 ഞാൻ എടുത്തു. 2ഉം 2ഉം കൂടി ചേരുമ്പോൾ 2 സ്ക്വയർ ഇൻറ്റു എന്ത് വന്നു? ഒരു 5. 5 എന്ന് പറഞ്ഞാൽ 5⁻1. ഓക്കെ അല്ലേ? അടുത്ത 30 സെയിം ആരെങ്കിലും ഉണ്ടോ? ഇല്ല. 2 ഒരെണ്ണം ഉണ്ട്, 3 ഒരെണ്ണം ഉണ്ട്, 5 ഒരെണ്ണം ഉണ്ട്. 3 പേരെയും എഴുതി. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം മനസ്സിലേക്ക് വരണം. HCF എടുക്കാൻ ഞാൻ ഒരു തവണ കൂടി പറയാം. HCF എടുക്കാൻ എന്താ ചെയ്യേണ്ടത്? കോമൺ ആൾക്കാരെ മാത്രം എടുക്കുക, അവരുടെ ലീസ്റ്റ് പവർ എടുക്കുക. ഓക്കെ അല്ലേ? അവരുടെ എന്തെടുക്കുക? ലീസ്റ്റ് പവർ എടുക്കുക. ഓക്കെ അല്ലേ? കോമൺ ആൾക്കാരെ മാത്രം എടുത്താൽ മതി. കോമൺ ആരൊക്കെയുണ്ട്? ഒരു 2 ഉണ്ട്, രണ്ടിടത്തും കോമൺ ആണ്. ഒരു 5 ഉണ്ട്, രണ്ടിടത്തും കോമൺ ആണ്. കോമൺ ആയിട്ടുള്ളവർ മാത്രം എടുത്താൽ മതി. അപ്പോൾ HCF പറയാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോ? HCF = ഇവിടെ 2 സ്ക്വയർ 2⁻1. ഏറ്റവും ലീസ്റ്റ് പവർ എടുക്കണം. സ്ക്വയറും 1ഉം ഏതാണ് ലീസ്റ്റ്? 2⁻1 എടുത്തു. കഴിഞ്ഞിട്ടില്ല, അടുത്ത ആളെ കൂടി എടുക്കണം. കോമൺ ആയിട്ട് 2 പേരില്ലേ? 5⁻1 5⁻1 സെയിം ആണ്. അപ്പോൾ ആരെങ്കിലും ഒരാൾ എടുത്താൽ മതി. 5⁻1. 2⁻1 2 ആണ്, 5⁻1 1 ആണ്. അപ്പോൾ 10 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? HCF കിട്ടി. അടുത്ത നമ്മൾ LCMലേക്കാണ് പോകുന്നത്. LCM എങ്ങനെ കണ്ടുപിടിക്കണമെന്നാണ് പറഞ്ഞത്? എല്ലാവരും എടുക്കണം. കോമൺ വരുന്ന ആൾക്കാരുടെ മാത്രം ഹയസ്റ്റ് പവർ, അവരുടെ മാത്രം ഹയസ്റ്റ് പവർ. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരെയും എടുക്കണം. കോമൺ വരുന്ന ആൾക്കാരുടെ ഹയസ്റ്റ് പവർ എടുക്കണം. അപ്പോൾ LCMലേക്ക് പോവുകയാണ്. 2 രണ്ടിടത്തും കോമൺ ആണ്, അവരുടെ ഹയസ്റ്റ് പവർ എടുക്കണം. അപ്പോൾ 2 സ്ക്വയർ ഇൻറ്റു അടുത്തത് 5 കോമൺ ആയിട്ടുള്ള പിന്നെ 5 ആണ്. ആ 5 ഒരെണ്ണം മാത്രമേ ഉള്ളൂ, അപ്പോൾ അത് സെയിം ആയതുകൊണ്ട് അത് തന്നെ എഴുതി. ഇനി എടുക്കാത്ത ആളുണ്ടോ? അയാൾ എടുത്തോളാം. 3 ഉണ്ട്, 3 എഴുതി. എല്ലാവരും എടുക്കേണ്ടതുകൊണ്ടാണ് കേട്ടോ. 2 സ്ക്വയർ 4, 5, 3. ആൻസർ എത്ര കിട്ടി? 60. ഇങ്ങനെയാണ് LCMഉം HCFഉം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പഠിക്കേണ്ട മെത്തേഡ് ഇത്രേ ഉള്ളൂ. HCF കണ്ടുപിടിക്കാൻ കോമൺ ആയിട്ടുള്ളവരെ മാത്രം എടുക്കുക, അവരുടെ ലീസ്റ്റ് പവർ.
LCM കണ്ടുപിടിക്കാൻ എല്ലാവരെയും എടുക്കുക, കോമൺ ആയിട്ടുള്ളവരുടെ ഹയസ്റ്റ് പവർ എടുക്കുക. ഓക്കെ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്ക്. ഫൈൻഡ് ദ LCM ആൻഡ് HCF ഓഫ് 16 and 20. ചെയ്യാം. നിങ്ങൾ 60യുടെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2 കൊണ്ട് ചെയ്യാം. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 8 കിട്ടി. വീണ്ടും 2 കൊണ്ട് ചെയ്യാം, അപ്പോൾ 4 കിട്ടി. വീണ്ടും 2 കൊണ്ട് ചെയ്യാം, അപ്പോൾ 2 കിട്ടി. വീണ്ടും 2 കൊണ്ട് ചെയ്യാം, അപ്പോൾ 1 കിട്ടി. അപ്പോൾ 16 ഞാൻ ഒറ്റയടിക്ക് എഴുതുവാണേ. നോക്ക്, 2 എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. അപ്പോൾ 2⁴ എന്ന് എഴുതിയാൽ പോരെ? ഓക്കെ. അടുത്ത 20 ആണ്. 20 നമുക്ക് എങ്ങനെ എഴുതാം? 2 കൊണ്ട് ചെയ്യാം, അപ്പോൾ 10 കിട്ടി. വീണ്ടും 2 കൊണ്ട് ചെയ്യാം, അപ്പോൾ 5 കിട്ടി. വീണ്ടും 5 കൊണ്ട് ചെയ്യാം, അപ്പോൾ 1 കിട്ടി. ഇനി 20 ആണ്. 20 ഞാൻ ഒറ്റയടിക്ക് എഴുതുവാണ്. ഇത് ശ്രദ്ധിച്ചേ. 2 എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. അപ്പോൾ 2² ഇൻറ്റു 5 എത്ര എണ്ണം ഉണ്ട്? 1 എണ്ണം. അപ്പോൾ 5⁻1. അപ്പോൾ HCF പറ. HCF എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കോമൺ വരുന്ന ആൾക്കാരെടുക്കുക, അവരുടെ ലീസ്റ്റ് പവർ എടുക്കുക. അപ്പോൾ ഇത് രണ്ടുമാണ് കോമൺ. 2 അല്ലേ കോമൺ? അവരുടെ ലീസ്റ്റ് പവർ എത്രയാണ്? 2². അപ്പോൾ ആൻസർ എത്ര കിട്ടി? 4. അപ്പോൾ HCF 4. ഇനി LCMലേക്ക് വരട്ടെ. LCM എന്നാൽ നമ്മൾ പറഞ്ഞാൽ എന്താ? എല്ലാവരും എടുക്കണം, കോമൺ ആയിട്ടുള്ളവരെ ഹയസ്റ്റ് പവർ. അപ്പോൾ കോമൺ ഇത് രണ്ടുമാണ്, അവരുടെ ഹയസ്റ്റ് പവറാണ് എടുക്കേണ്ടത്. അപ്പോൾ 2⁴. ഇനി ഒരാൾ കൂടിയുണ്ട്, ഒരു 5 കൂടിയുണ്ട്. ഓക്കെ അല്ലേ? 2⁴ എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? 16 കിട്ടി. ഇൻറ്റു എന്താണുള്ളത്? 5. 60 × 5 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? ആൻസർ 80 എന്ന് വന്നു. അപ്പോൾ ഇതാണ് HCF, ഇതാണ് LCM. അപ്പോൾ HCFും LCMും ഓക്കെ ആയല്ലോ. ഇത് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യനുകൾ എന്തായാലും ഉണ്ടാകും. അപ്പോൾ അടുത്ത പോർഷനിലേക്ക് പോകും. അടുത്തത് HCFിൻ്റെയും LCMിൻ്റെയും ഒരു പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടി വെച്ചും ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ആദ്യം ആ പ്രോപ്പർട്ടി എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. അതായത് ഞാൻ 2 നമ്പേഴ്സ് എഴുതുവാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു 4ഉം 6ഉം. എനിക്ക് ഈ 2 നമ്പേഴ്സിൻ്റെയും HCFും LCMും വേണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഞാൻ 4ൻ്റെ HCF പ്രൈം ഫാക്ടറൈസേഷൻ എഴുതുവാണ്. 2 കൊണ്ട് ചെയ്തപ്പോൾ 2 കിട്ടി. വീണ്ടും 2 കൊണ്ട് ചെയ്തപ്പോൾ 1 കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് 4നെ എങ്ങനെ എഴുതാടാ? 4നെ നമുക്ക് 2² അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 2 × 2 എന്ന് എഴുതി. അടുത്ത 6നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ പോവുകയാണ്. 2 കൊണ്ട് ചെയ്തപ്പോൾ 3 കിട്ടി. വീണ്ടും 3 കൊണ്ട് ചെയ്തപ്പോൾ 1 കിട്ടി. അപ്പോൾ 6നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 3 എന്ന് എഴുതി. അപ്പോൾ ഇതിൻ്റെ HCFും LCMും കണ്ടുപിടിക്കാൻ 4നെ നമുക്ക് 2² എന്നാക്കി, 6നെ 2⁻1 × 3⁻1. അപ്പോൾ HCFിലേക്ക് പോവുകയാണ്. HCFിലേക്ക് പോവുകയാണ്. കോമൺ നമ്പറുകൾ മാത്രം എടുക്കുക. 2. അതിൻ്റെ ലീസ്റ്റ് പവർ അപ്പോൾ 2⁻1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2. HCF 2 കിട്ടി. LCM എന്ന് പറഞ്ഞാൽ എല്ലാവരെയും എടുക്കുക, കോമൺ ആയവരുടെ ഹയസ്റ്റ് പവർ. അപ്പോൾ കോമൺ 2² ഹയസ്റ്റ് പവർ എടുത്തു. പിന്നെ ഒരു 3⁻1 ഉള്ളതുകൊണ്ട് 3യും എടുത്തു. 2² 4 ആണ്. 4 × 3 ആൻസർ എത്ര കിട്ടി? 12 കിട്ടി. അപ്പോൾ ആൻസർ കിട്ടി. ഇനി നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചേ, വളരെ ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മളുടെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? നമ്പേഴ്സ് 4ഉം 6ഉം. നമുക്ക് HCF എത്ര കിട്ടി? HCF ഇത് എത്ര കിട്ടിയത്? ഇതേ കിടക്കുന്നു 2. ഓക്കെ അല്ലേ? ഈ LCM എത്ര കിട്ടി? ഇതേ കിടക്കുന്നു 12. ഓക്കെ, ഇതൊക്കെ അല്ലേ? ഇനി ഞാൻ ഈ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുവാണ്. ഓക്കെ, നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 4 × 6. ആൻസർ എത്ര കിട്ടി? 24. ഈ HCFിൻ്റെയും LCMിൻ്റെയും പ്രൊഡക്റ്റ് എടുക്കുവാണ്. HCFിൻ്റെയും LCMിൻ്റെയും പ്രൊഡക്റ്റ് എടുക്കുവാണ്. അതെത്ര കിട്ടി? 2 × 12. അതും എത്ര കിട്ടി? 24. നോക്കിക്കേ. അതായത് നിങ്ങൾ 2 നമ്പേഴ്സിൻ്റെ HCFും LCMും കണ്ടുപിടിക്കുവാണ്. അതിൻ്റെ നമ്പേഴ്സിൻ്റെ 2ൻ്റെ പ്രൊഡക്റ്റും HCFിൻ്റെയും LCMിൻ്റെയും പ്രൊഡക്റ്റും സെയിം ആയിരിക്കും. ഇതേ നോക്കൂ. നമ്പേഴ്സ് 4 × 6 24. HCFും LCMും 2 × 12 24. അതായത് നമ്മൾ പഠിച്ചത് ഇത്രേ ഉള്ളൂ. പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ഈക്വൽ ടു HCF × LCM. ആ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റും HCF × LCMും എന്തായിരിക്കും? സെയിം ആയിരിക്കും. നമുക്ക് നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. നോക്ക്, 16ഉം 20യും നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 320. HCFും LCMും എടുക്കുമ്പോൾ എത്ര കിട്ടും? 80 × 4 എത്രയാണ്? അതും 320. ഇത് സെയിം ആണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഒന്ന് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. എന്താണ്? HCF × LCM എന്ന് പറയുന്നതും പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. അപ്പോൾ HCF × LCM ഈക്വൽ ടു
പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ്. ഈ മോഡലിൽ ചോദ്യങ്ങൾ ഉണ്ടാവും, നിർബന്ധമായിട്ടും പഠിക്കുക. ഓക്കെ അല്ലേ? അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഇറാഷണൽ നമ്പേഴ്സ് ആണ്. ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു സാധനം. അപ്പോൾ എന്താണ് ഇറാഷണൽ നമ്പർ എന്ന് ഓർക്കുന്നുണ്ടോ? ഇറാഷണൽ നമ്പർ പറയുമ്പോൾ നമ്മൾ പറയേണ്ട വേറൊരാൾ കൂടി ഉണ്ടായിരുന്നു. എന്താണ്? റാഷണൽ നമ്പർ അല്ലേ? അപ്പോൾ ഇറാഷണൽ നമ്പർ എന്താണെന്ന് മനസ്സിലാക്കാൻ ഇവനെ കൂടി പറയാം. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു റാഷണൽ നമ്പർ? ഓർക്കുന്നുണ്ടോ? റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പറുകളാണ് റാഷണൽ നമ്പേഴ്സ്. അതായത് നോക്ക്, 2/3 ഇങ്ങനെ മുകളിലും താഴെയായിട്ട്, 6/7 അല്ലെങ്കിൽ 1/2, ഇതെല്ലാം റാഷണൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നാച്ചുറൽ നമ്പേഴ്സ് ഇല്ലേ, അവർ റാഷണൽ നമ്പേഴ്സ് ആണോ റാഷണൽ നമ്പേഴ്സ് ആണോ? നോക്ക്, അതായത് 1, 2, 3 എക്സെട്ര, ഇതാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഞാനൊരു 2 എടുത്തു. 2ന് നമുക്ക് വേണമെങ്കിൽ 2/1 എന്ന് എടുക്കാം, അത് റാഷണലാണ്. ഓക്കെ അല്ലേ? ഇത് മുകളിലും താഴെയും വന്നു. 3നെ വേണമെങ്കിൽ നമുക്ക് 3/1 എന്ന് എടുക്കാം. ഓക്കെ അല്ലേ? അവനും റാഷണലാണ്. അപ്പം നാച്ചുറൽ നമ്പേഴ്സ് എല്ലാവരും എന്താണ്? റാഷണലാണ്. ഓക്കെ അല്ലേ? മുകളിലും താഴെയായിട്ട് എഴുതാം. ഇനി ഹോൾ നമ്പേഴ്സ് എടുത്തേ. ഹോൾ നമ്പേഴ്സ് ആരൊക്കെയായിരുന്നു? 0, 1, 2, 3 എക്സെട്ര. നമ്മൾ നേരത്തെ പറഞ്ഞു 3നെയൊക്കെ നമുക്ക് 3/1 എന്ന് എടുക്കാം. ഇവിടെ സംശയം വരുന്ന ഒരു 0 ആയിരിക്കും. 0ന് നമുക്ക് 0/1 എന്ന് എഴുതാൻ മേലെ, ഒരു പ്രശ്നമില്ല. താഴെ 1 വന്നാൽ ഒരു പ്രശ്നമില്ല, താഴെ 0 ആയി പോയാല പ്രശ്നം. ഓക്കെ അല്ലേ? അപ്പോൾ ഹോൾ നമ്പേഴ്സ് എല്ലാം എന്താണ്? ഹോൾ നമ്പേഴ്സ് എല്ലാം എന്താണ്? റാഷണൽ നമ്പേഴ്സ് ആണ്. അടുത്ത നമ്മൾ ലാസ്റ്റ് വൺ ഇൻഡിജേഴ്സിലേക്ക് കിടക്കുവാണ്. എന്താണ് ഇൻഡിജേഴ്സ്? ഓർക്കണുണ്ടല്ലോ, 0, 1, 2, 3 എക്സെട്ര എന്നും പറഞ്ഞ് അങ്ങോട്ടും, -1, -2 എന്നും പറഞ്ഞ് ഇങ്ങോട്ടും വരും. ഓക്കെ അല്ലേ? അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം, 2നെ 2/1 എന്ന് എഴുതാം, 1നെ 1/1 എന്ന് എഴുതാം, 0നെ 0/1 എന്ന് എഴുതാം. സംശയം ചിലപ്പോൾ -2 ആയിരിക്കും, -2നെ -2/1 എന്ന് എഴുതാം, -3യെ -3/1 എന്ന് എഴുതാം. അപ്പോൾ ഇൻഡിജേഴ്സ് എല്ലാം റാഷണൽ നമ്പറാണ്. അപ്പോൾ നമുക്കറിയാവുന്ന എല്ലാവരും എന്താണ്? റാഷണൽ നമ്പേഴ്സായി. അപ്പോൾ എന്താണ് ഇറാഷണൽ? എടാ, ഇറാഷണൽ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, ഇവനാണ് നമുക്ക് വേണ്ടത്. ഇറാഷണൽ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പറുകളാണ് ഇറാഷണൽ നമ്പേഴ്സ്. അതായത് മുകളിലും താഴെയായിട്ട് എഴുതാൻ പറ്റരുത്. അങ്ങനത്തെ നമ്പേഴ്സിന് എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ √2, √3, √5 എക്സെട്ര. അതായത് നമുക്ക് റൂട്ട് എടുത്താൽ കിട്ടാത്ത നമ്പറുകളില്ലേ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ √4 എടുത്താൽ നമുക്ക് 2 കിട്ടും. 2ൻ്റെ സ്ക്വയർ അല്ലേ 4, അപ്പോൾ 4 എടുത്താൽ 2 കിട്ടും. പക്ഷേ 2ന് നമ്മൾ നേരത്തെ പറഞ്ഞു 2ന് 2/1 എന്ന് എഴുതാം. അപ്പോൾ ഇതെടുക്കാൻ പറ്റില്ല, ഇവൻ റാഷണലാണ്. അതായത് റൂട്ട് എടുത്താൽ കൃത്യമായ ആൻസർ നമുക്ക് അറിയാൻ പാടില്ലാത്ത നമ്പറില്ലേ, √2, √3, √5, √7, √10, ഈ നമ്പറുകൾ എല്ലാം ഇറാഷണലാണ്. അപ്പം നമ്മൾ എന്താണ് ഇറാഷണൽ എന്ന് പറഞ്ഞത്? ഇറാഷണൽ എന്ന് പറഞ്ഞ നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഇതിന് വേറെയും ഡെഫിനിഷനുകൾ ഉണ്ട് കേട്ടോ. അത് നമ്മളിപ്പോൾ എന്താണ്, നമുക്ക് അത്യാവശ്യമുള്ളത് മാത്രമല്ലേ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രമല്ലേ നമ്മൾ പറയുന്നത്. ഇത് മതി നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാൻ. അപ്പോൾ ഇറാഷണൽ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം, P/Q എന്ന് എഴുതാൻ പറ്റാത്ത നമ്പറുകൾ ആരൊക്കെയാണ്? √3, √2, √3, √5 എക്സെട്ര. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു √2ഉം √3ഉം √5ഉം ഒക്കെയാണ് എന്ത്? ഇറാഷണൽ നമ്പേഴ്സ് ആണ്. ഇത് ഇറാഷണൽ നമ്പർ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതാണ് ഈ സെഷനിൽ പഠിക്കാനുള്ളത്. എന്താണ്? √2 ഇറാഷണൽ ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. √3 ഇറാഷണൽ ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. √5 ഇറാഷണൽ ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അതാണ് നമുക്ക് ഈ സെഷനിൽ പഠിക്കാനുള്ളത്. അതുകൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ അല്ലേ? അത് പഠിക്കണമെങ്കിൽ നിങ്ങളൊരു ചെറിയ കാര്യം ഒന്ന് അറിഞ്ഞിരിക്കണം. അതായത് ഏതെങ്കിലും ഒരു പ്രൈം നമ്പർ എടുക്കുവാണ്, ഏതെങ്കിലും ഒരു പ്രൈം നമ്പർ 2ഓ 3ഓ 5ഓ 7ഓ ഏതെങ്കിലും ഒരു പ്രൈം നമ്പർ, ഈ ഏതെങ്കിലും ഒരു പ്രൈം നമ്പർ ഒരു സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, സ്ക്വയർ എന്ന് പറഞ്ഞാൽ നോക്കി, 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രൈം നമ്പർ 3 ഇല്ലേ, ഈ 3 16നെ ഡിവൈഡ് ചെയ്താൽ 3 കൊണ്ട് 16നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. അപ്പോൾ അത് നോക്കാൻ പറ്റൂല. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഏതെങ്കിലും ഒരു പ്രൈം നമ്പർ ഒരു സ്ക്വയറിനെ ഡിവൈഡ് ചെയ്താൽ, സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത്? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 6ൻ്റെ സ്ക്വയർ എത്രയാണ്? 36. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു പ്രൈം നമ്പറായിട്ട് നമുക്ക് 3 എടുത്തു. ഈ 3 എന്ന് പറയുന്നത് 36നെ ഡിവൈഡ് ചെയ്താൽ, 36നെ 3 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാമല്ലോ, ചെയ്യാം, 12 കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഏതെങ്കിലും ഒരു പ്രൈം നമ്പർ ഇതിൻ്റെ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്താൽ ഉറപ്പായിട്ടും ഈ 36ൻ്റെ റൂട്ട് എത്രയാ?
36ന്റെ റൂട്ട് എത്രയാ 6, ഈ 6 അല്ലേ? ഈ 6നെയും ഈ 3 ഡിവൈഡ് ചെയ്തിരിക്കും, അത് ഉറപ്പാണ്. 6/3 എത്രയാണ്? 2. അതായത് സ്ക്വയറിനെ ഡിവൈഡ് ചെയ്താൽ ഒരു പ്രൈം നമ്പർ ആയിരിക്കണേ, ഒരു പ്രൈം നമ്പർ ഒരു സ്ക്വയറിനെ ഡിവൈഡ് ചെയ്താൽ ഉറപ്പായിട്ടും ഈ പ്രൈം നമ്പർ ഇതിൻ്റെ റൂട്ടിനെയും ഡിവൈഡ് ചെയ്തിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, സിമ്പിൾ സിമ്പിൾ സിമ്പിൾ, ഇത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നോക്കുന്നേ, എന്താണ് 4ന്റെ സ്ക്വയർ 16. അപ്പോൾ ഞാൻ 2 എടുത്തു. ഈ 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ റൂട്ടായ 4നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതൊന്ന് ഓർത്തിരുന്നാൽ മതി ആ പ്രൂഫ് ചെയ്യാൻ, ഇത്രേ ഉള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ പി ബി എ പ്രൈം നമ്പർ, പി ഡിവൈഡ്സ് എ സ്ക്വയർ, അതായത് ഒരു സ്ക്വയറിനെ ഡിവൈഡ് ചെയ്താൽ ദെൻ പി ഡിവൈഡ്സ് എ അതിൻ്റെ റൂട്ടിനെയും ഡിവൈഡ് ചെയ്തിരിക്കും. ഇത് വെച്ച് നമുക്ക് ആ പ്രൂഫ് ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. √2 ഈസ് ഇറാഷണൽ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇത് എഴുതി പഠിക്കേണ്ടതാണ്. കുറേ ഒരു മെജോറിറ്റി പെർസെൻറ്റേജും ഇത് കാണാതെ പഠിക്കേണ്ടത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇതൊരു ഓർഡറിൽ ഇങ്ങനെ എഴുതി പോകണം കേട്ടല്ലോ. ഇത് എഴുതി തന്നെ പോകണം. ഇത് കാണുമ്പോൾ ഇത് ഓക്കെ ആയിട്ടൊക്കെ തോന്നും, അല്ലെങ്കിൽ കാണുമ്പോൾ ഇത് ഓക്കെ ആകുന്നില്ലെങ്കിൽ നിങ്ങൾ ഇത് എഴുതി പഠിക്കണം കേട്ടല്ലോ. ഏതെങ്കിലും ഒരു സ്ട്രീമിൽ ഈ ചോദ്യം ഇല്ലാതെ ഇതുവരെയും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിട്ടില്ല. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ശ്രദ്ധിച്ചോളണം, വളരെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങളോട് √2 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡിന് പറയുന്ന പേര് കോൺട്രഡിക്ഷൻ മെത്തേഡ് എന്നാണ്. കോൺട്രഡിക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എടുക്കും. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് √2 ഇറാഷണൽ ആണെന്നല്ലേ, അപ്പോൾ നമ്മൾ √2 റാഷണൽ ആയിട്ട് അങ്ങോട്ട് എടുക്കും. എന്നിട്ട് നമ്മളിങ്ങനെ ചെയ്ത് പോകും. അപ്പോൾ ചെയ്തു പോകുമ്പോൾ നമ്മൾ ഏതെങ്കിലും പൊട്ടത്തെറ്റിൽ വരുമ്പോൾ നമ്മൾ പറയും എന്താണ്, നമ്മൾ എടുത്തത് തെറ്റിപ്പോയതാണ്, ശരി മറ്റേതാണെന്ന് പറയും. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? അതായത് √2 ഇറാഷണൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ നേരെ തിരിച്ചെടുക്കും, √2 റാഷണൽ ആണെന്ന് പറഞ്ഞെടുക്കും. എന്നിട്ട് നമ്മൾ ചെയ്ത് പോകും. അപ്പോൾ എവിടെയെങ്കിലും ഒരു തെറ്റിൽ വരുമ്പോൾ നമ്മൾ പറയും എന്താ, ഈ തെറ്റാൻ കാരണം നമ്മൾ ആദ്യം എടുത്തത് തെറ്റായതുകൊണ്ടാണ്, അതുകൊണ്ട് നേരെയുള്ളതാണ് ഓപ്പോസിറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ളതാണ് ശരിയെന്ന് പറയും. ഇത്രേ ഉള്ളൂ കേട്ടല്ലോ. ഇനി ഞാൻ പറയുന്നത് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്ക്. അതായത് നമുക്ക് √2 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്താ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കുക. അതായത് ഫസ്റ്റ് സ്റ്റെപ്പിൽ അസ്യൂം ദാറ്റ് നേരെ തിരിച്ച് √2 ഈസ് റാഷണൽ. എന്താണ്? √2 ഈസ് റാഷണൽ. ഓക്കെ അല്ലേ? √2 റാഷണൽ എന്ന് ഞാൻ എടുത്തു. ഇനി √2 റാഷണൽ നമ്പർ ആണെങ്കിൽ √2നെ നമുക്ക് p/q ഫോമിൽ എഴുതാം. ഓക്കെ അല്ലേ? √2 എന്താണ്? റാഷണൽ ആണെങ്കിൽ √2നെ നമുക്ക് p/q ഫോമിൽ എഴുതാം. ഉറപ്പല്ലേ? റാഷണൽ നമ്പേഴ്സിന് എല്ലാത്തിനും നമുക്ക് p/q ഫോമിൽ എഴുതാം, മുകളിലും താഴെയായിട്ട് എഴുതാം. അപ്പോൾ ഒരു ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇപ്പോൾ ഏതെങ്കിലും ഒരു നമ്പറിനെ നമ്മൾ ഇങ്ങനെ എഴുതുവാണെന്ന് വിചാരിച്ചു. നോക്കുന്നത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 12/10 ഇങ്ങനെ മുകളിലും താഴെയായിട്ട് എഴുതി. ഇതിൻ്റെ രണ്ടിനും കോമൺ ഫാക്ടറുകൾ ഉണ്ടോ നോക്കണം. കോമൺ ഫാക്ടർ ഉണ്ടോ? രണ്ടിനെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂലടാ. രണ്ടിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂലേ? അപ്പോൾ ഇതിനെയും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 6 കിട്ടി, ഇതിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 5 കിട്ടി. അപ്പോൾ ഇതിനെ ചെറുതാക്കി അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ 6/5 എന്ന് എഴുതി. ഇപ്പോൾ ഇതിന് കോമൺ ഫാക്ടറുകളുണ്ടോ? 6നും 5നും ഇല്ല. അപ്പോൾ ഏത് നമ്പേഴ്സ് കിട്ടിയാലും കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കോമൺ ഫാക്ടർ ഇല്ലാത്ത രീതിയിൽ എത്തിക്കാം. ഓക്കെ അല്ലേ? വേറൊരു എക്സാമ്പിൾ നോക്കിയേ, ഒരു 8/, എത്രയാണ്, 24. 8ഉം 24ഉം രണ്ടിനെയും 8 കൊണ്ട് കട്ട് ചെയ്യാം. 8നെ 8 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 1, 8ന് 24നെ 8 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 3. അപ്പോൾ 1/3 എന്ന് കിട്ടി. ഇതിന് രണ്ടിനും കോമൺ ഫാക്ടർ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പറയുവാണ്, ഈ പിനും ക്യൂവിനും കോമൺ ഫാക്ടറുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ സിംപ്ലിഫൈ ചെയ്യും. എങ്ങനെയാണ്? ഇഫ് പി ആൻഡ് ക്യൂ ഹാവ് കോമൺ ഫാക്ടേഴ്സ് then simplify it into എന്താണ്? √2 = a/b എന്ന് എഴുതും. എന്താണ്? √2 ഇതിനെ ഇങ്ങനെ
ചെറുതാക്കി കട്ട് ചെയ്ത് ചെറുതാക്കി A/B എന്ന് എഴുതി. ഇവിടുത്തെ പ്രത്യേകത എന്താ? എയ്ക്കും ബിക്കും ഇനി ചെറുതാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ എ ആൻഡ് ബി ഹാവ് നോ കോമൺ ഫാക്ടർ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പ്. എന്താണ്? എയ്ക്കും ബിക്കും എന്താണ്? കോമൺ ഫാക്ടറുകൾ ഒന്നുമില്ല. ഇതൊന്നും ഓർത്തിരുന്നോളണം. എന്താണ്? പിയും ക്യൂ എന്ന് പറയുന്ന ഫോമിലാണ്. ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് ചെറുതാക്കി എയും ബി എന്ന് എഴുതി. എയും ബിയും കോമൺ ഫാക്ടറുകളൊന്നുമില്ല. കോമൺ ഫാക്ടറുകളൊന്നും ഇല്ലെങ്കിൽ അവരെ നമുക്ക് വേണമെങ്കിൽ ചെറുതാക്കി കോ പ്രൈം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ അല്ലേ? ചിലപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കോ പ്രൈം എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതങ്ങനെ കടന്നോട്ടെ, ഒരു പ്രശ്നമില്ല. ഓക്കെ അല്ലേ? അപ്പോൾ എന്താ? √2 = A/B. ഇതിന് കോമൺ ഫാക്ടറുകളൊന്നുമില്ല എയ്ക്കും ബിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ √2 = A/B എടുത്ത് എഴുതി. എന്നിട്ട് ഞാൻ ഈ ബി ഇപ്പുറത്തേക്ക് കൊണ്ടുവരുവാണ്. ബി ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുമല്ലേ? ഡിവൈഡ് ചെയ്തിരിക്കുന്ന ആൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താ? ശ്രദ്ധിച്ചോ, ഇവിടെ √2 × B എന്നാവും. ഓക്കെ അല്ലേ? ഈക്വൽ ടു എന്താണ്? A. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി എന്താ? ബിയും √2 കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എന്താവും? √2B ഈക്വൽ ടു എത്രയാണ്? A. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ അറിയാമോ? രണ്ട് സൈഡും സ്ക്വയർ ചെയ്യും. നോക്കിയേ, സ്ക്വയർ ചെയ്യും. സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡും സ്ക്വയർ ചെയ്തു കേട്ടോ. അപ്പോൾ ഇവിടെ സ്ക്വയർ ചെയ്യണം. എന്താണ്? √2B സ്ക്വയർ ചെയ്തു ഈക്വൽ ടു എയുടെയും സ്ക്വയർ ചെയ്തു. √2 സ്ക്വയർ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചേ, √2 സ്ക്വയർ ചെയ്യുമ്പോൾ ഈ റൂട്ടും സ്ക്വയറും പോവും. ഫൈനൽ ആൻസർ എത്ര കിട്ടും? 2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ 2. ബിയുടെ സ്ക്വയർ എടുക്കുമ്പോൾ B സ്ക്വയർ, √2 എടുത്തു, ബിയുടെയും എടുത്തു, ഈക്വൽ ടു എയുടെ സ്ക്വയർ എടുക്കുമ്പോൾ എത്ര കിട്ടി? A സ്ക്വയർ. ഓക്കെ അല്ലേ? ഇനി ഞാനിത് തിരിച്ചെഴുതുവാണ്. അപ്പോൾ നോക്കിയേ, A സ്ക്വയർ ഈസ് ഈക്വൽ ടു 2B സ്ക്വയർ എന്ന് തോന്നുന്നു. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. അപ്പോൾ നോക്കിയേ, ഈ A സ്ക്വയറിനെ നമുക്ക് ഇവിടെ 2 × B സ്ക്വയർ എന്ന് എഴുതാൻ പാടില്ലേ? ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. A സ്ക്വയറിനെ 2 × B സ്ക്വയർ എന്ന് എഴുതിയാൽ, A സ്ക്വയറിനെ 2 × B സ്ക്വയർ എന്ന് എഴുതിയാൽ A സ്ക്വയറിനെ 2 × സംതിങ് എന്നല്ലേ എഴുതിയേക്കുന്നത് അല്ലേ? ഇപ്പോൾ ഇവിടെ എഴുതിയേക്കുന്നത് എന്താ? A സ്ക്വയറിനെ 2 × എന്തോ സാധനം അല്ലേ? അപ്പോൾ എന്താ? ഈ A സ്ക്വയർ എന്ന് പറയുന്നത് 2 മൾട്ടിപ്പിൾ അല്ലേ? Therefore A സ്ക്വയർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2. എടാ, മൾട്ടിപ്പിൾ ഓഫ് 2 എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. A സ്ക്വയർ മൾട്ടിപ്പിൾ ഓഫ് 2 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? A സ്ക്വയർ മൾട്ടിപ്പിൾ ഓഫ് 2 ആണെങ്കിൽ എന്താണ്? A സ്ക്വയർ മൾട്ടിപ്പിൾ ഓഫ് 2 ആണെങ്കിൽ, A സ്ക്വയർ ഈസ് മൾട്ടിപ്പിൾ ഓഫ് 2 ആണെങ്കിൽ ഈ 2 കൊണ്ട് A സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ എഴുതും 2 ഡിവൈഡ്സ് A സ്ക്വയർ. നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞൊരു കാര്യം, ഒരു നമ്പർ A സ്ക്വയറിനെ ഡിവൈഡ് ചെയ്താൽ, പ്രൈം നമ്പർ A സ്ക്വയറിനെ ഡിവൈഡ് ചെയ്താൽ ഉറപ്പായിട്ട് അതിൻ്റെ റൂട്ടിനെയും ആ നമ്പർ ഡിവൈഡ് ചെയ്യും അല്ലേ? അപ്പോൾ ഇവിടെ നോക്ക്, 2 അല്ലേ ഡിവൈഡ് ചെയ്തേക്കുന്നത്? 2 പ്രൈം നമ്പർ അല്ലേ? അപ്പോൾ 2 A സ്ക്വയറിനെ ഡിവൈഡ് ചെയ്താൽ 2 ഉറപ്പായിട്ടും 2 ഡിവൈഡ്സ് A അല്ലേ? 2 Aനെയും ഡിവൈഡ് ചെയ്യും. ഇതും ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പാണ്. ഒന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, സെറ്റ് 2 ഡിവൈഡ്സ് A അവിടെ വന്ന് നിന്നു. ഇനി അടുത്തത് നമ്മൾ വീണ്ടും എടുക്കുവാണ്. നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞു 2 ഡിവൈഡ്സ് A ആണെങ്കിൽ എന്താണ്? 2 ഡിവൈഡ്സ് A ആണെങ്കിൽ നമുക്ക് പറയാം A ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2. A 2ൻ്റെ മൾട്ടിപ്പിളാണ്. എടാ, A 2ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ Aന് നമുക്ക് 2 × സംതിങ് എന്ന് എഴുതാം അല്ലേ? 2 × എന്തെങ്കിലും എഴുതാം അല്ലേ? മൾട്ടിപ്പിൾ 2ൻ്റെ മൾട്ടിപ്പിൾ അങ്ങനെ എഴുതാൻ പറ്റില്ല. ഇപ്പോൾ 10 2ൻ്റെ മൾട്ടിപ്പിളാണ്. 10നെ 2 × 5 എന്ന് എഴുതി. 12 2ൻ്റെ മൾട്ടിപ്പിളാണ്. 12നെ 2 × 6 എന്ന് എഴുതി. 6 2ൻ്റെ മൾട്ടിപ്പിളാണ്. 6നെ 2 × 3 എന്ന് എഴുതി. A 2ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ? 2 ഡിവൈഡ്സ് A അല്ലേ? അപ്പോൾ 2 Aനെ ഉറപ്പായിട്ടും 2 × സംതിങ് എന്ന് എഴുതാം. ആ സംതിങ്ങിന് വരെ നമ്മൾ C എന്ന് പേര് കൊടുത്തു എന്ന് മാത്രം. ഓക്കെ അല്ലേ? സിമ്പിൾ. അപ്പോൾ നമുക്ക് എന്താണ്? A = 2C എന്ന് തോന്നും. ഓക്കെ, അപ്പോൾ A = 2C എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇവിടെ ചെയ്ത പരിപാടി തന്നെ. എന്താണ്? സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. എന്താണ്? സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡുകളും സ്ക്വയർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ എയുടെ സൈഡ് സ്ക്വയർ ചെയ്തു ഈക്വൽ ടു 2Cയുടെ സൈഡും സ്ക്വയർ ചെയ്തു. എയുടെ സ്ക്വയർ എടുക്കുമ്പോൾ A സ്ക്വയർ ഈക്വൽ ടു 2ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 2ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 4, സിയുടെ സ്ക്വയർ എടുക്കുമ്പോൾ 4C സ്ക്വയർ. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, A സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇപ്പം നമുക്ക് എന്ത് കിട്ടി? A സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇവിടെ എന്ത് കിട്ടി? A സ്ക്വയർ ഈസ് ഈക്വൽ ടു 4C സ്ക്വയർ എന്ന് ഇവിടുന്ന് കിട്ടി.
ഇനി നമ്മൾ നേരത്തെ എഴുതി വെച്ചേക്കുന്നത് ഇവിടെ ഒരു സാധനം കിടപ്പുണ്ട്, എ സ്ക്വയർ ഈക്വൽ ടു എന്താണ് 2b² എന്ന് പറഞ്ഞ് കഴിഞ്ഞ സ്റ്റെപ്പിൽ കിട്ടിയ ഓർക്കുന്നുണ്ടോ, എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2b². അപ്പോൾ നമുക്ക് അവിടുന്ന് കിട്ടിയ എന്താ, എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2b². ഓക്കെ അല്ലേ? അപ്പോൾ നോക്കി എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4c² എന്ന് കിട്ടി, എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2b² എന്ന് കിട്ടി. രണ്ടും എ സ്ക്വയർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എഴുതിയേക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് ഇത് രണ്ടും സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് എഴുതി, 4c² ഈസ് ഈക്വൽ ടു 2b² എന്ന് എഴുതി. സിമ്പിൾ സിമ്പിൾ. എന്താണ്, 4c² ഈസ് ഈക്വൽ ടു 2b² എന്ന് എഴുതി. അപ്പോൾ ഞാൻ ആ സ്റ്റെപ്പ് ഒന്നുകൂടി എഴുതുവാണേ, 4c² ഈസ് ഈക്വൽ ടു 2b². ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇതേടാ ഈ 2 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുവാണ്. ഓക്കെ അല്ലേ? ഈ 2 ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുമല്ലേ, അപ്പോൾ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 4c², ഈ 2 ഇപ്പുറത്തേക്ക് വരുമ്പോൾ /2i ഈക്വൽ ടു b². ഈ 4ഉം 2ഉം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 2 വന്നു. അപ്പോൾ 2c² ഈസ് ഈക്വൽ ടു b² എന്ന് വന്നു. ഞാൻ തിരിച്ചെഴുതുവാണേ, b² ഈസ് ഈക്വൽ ടു 2c² എന്ന് വന്നു. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, b² ഈസ് ഈക്വൽ ടു 2 × c² എന്ന് എഴുതാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എ സ്ക്വയറിന് 2 × സംതിങ് എന്ന് എഴുതി, അതുപോലെ ഇവിടെ നോക്കിയേ b²നെയും 2 × സംതിങ് എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ b² ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 എന്ന് പറയാം. b² 2ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ അല്ലേ? b² 2ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഉറപ്പായിട്ടും 2 ഡിവൈഡ്സ് b². b² 2ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 2b² ഡിവൈഡ് ചെയ്യൂലേ, ഉറപ്പാണ്. ഓക്കെ അല്ലേ? 2b² ഡിവൈഡ് ചെയ്യും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, ഒരു പ്രൈം നമ്പർ ഒരു സ്ക്വയറിനെ ഡിവൈഡ് ചെയ്താൽ ഉറപ്പായിട്ടും ആ പ്രൈം നമ്പർ അതിൻ്റെ റൂട്ടായ ബീനെയും ഡിവൈഡ് ചെയ്യും. 2 ഡിവൈഡ്സ് b². അപ്പോൾ കിട്ടി. ഇനി പരിപാടി കഴിഞ്ഞു. ഇനി നോക്കിയേ, ഞാനിവിടെ അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന 2 കാര്യങ്ങൾ നോക്കിയേ. 2 ഡിവൈഡ്സ് a, 2 ഡിവൈഡ്സ് b. എന്താ 2 കാര്യങ്ങൾ, എന്താണ് 2 ഡിവൈഡ്സ് എയും 2 ഡിവൈഡ്സ് ബിയും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, 2 ഡിവൈഡ്സ് ബോത്ത് എ ആൻഡ് ബി. എയിനെയും ബീനെയും 2 ഡിവൈഡ് ചെയ്യും. എയിനെയും ബീനെയും 2 ഡിവൈഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും കോമൺ ഫാക്ടർ അല്ലേ 2. അതായത് എയിനെയും ബീനെയും 2 കൊണ്ട് കട്ട് ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും കോമൺ ഫാക്ടർ അല്ലേ പറ്റൂ. അപ്പോൾ നമ്മൾ പറയും എന്താണ്, therefore എ ആൻഡ് ബി ഹാവ് എ കോമൺ ഫാക്ടർ 2. ഇനി നമ്മൾ നോക്കിയേ, നമ്മളിവിടെ ആദ്യം തന്നെ റെഡിൽ ഒരു സാധനം വരച്ചു വെച്ചിട്ടുണ്ട്. എ ആൻഡ് ബി ഹാവ് നോ കോമൺ ഫാക്ടർ. ഇവിടെ നമ്മൾ എടുത്തപ്പോൾ എയ്ക്കും ബിക്കും കോമൺ ഫാക്ടർ ഇല്ലെന്നാണ് പറഞ്ഞത് അല്ലേ? പക്ഷേ ഇപ്പം നമ്മൾ ചെയ്തു വന്നപ്പോൾ എയ്ക്കും ബിക്കും കോമൺ ഫാക്ടർ 2 എന്ന് കിട്ടി. അത് തെറ്റല്ലേ? ഇത് തെറ്റല്ലേ? ഈ സെൻറ്റൻസിൻ്റെ തെറ്റായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനിൽ ഇവിടെ കിട്ടിയത് ആണ്. അപ്പോൾ ഇത് തെറ്റിയതിന് കാരണം നമ്മൾ ഇവിടെ തിരിച്ചെടുത്തതാണെന്ന് പറയും. അപ്പോൾ എന്താണ്, ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ. Therefore √2 ഈസ് നോട്ട് റാഷണൽ അല്ല, അതായത് ഇതല്ല. പിന്നെ എന്താണ്, √2 ഈസ് ഇറാഷണൽ. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ അല്ലേ? ഇത്രയുമാണ് ചെയ്യാനുള്ളത്. ഇനി നിങ്ങളോട് √3 ചോദിച്ചാലോ, ഈ സെയിം സ്റ്റെപ്പ് തന്നെ. √7 ചോദിച്ചാലോ, ഈ സെയിം സ്റ്റെപ്പ് തന്നെ. കേട്ടല്ലോ? അപ്പോൾ ഇത്രയും പരിപാടികളുണ്ട് ഈ ചാപ്റ്ററിൽ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനെ പറ്റിയുള്ളൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ചാപ്റ്ററിൽ ഒരു പോർഷനും വിട്ടിട്ടില്ല, എല്ലാ പോർഷനും പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് തീർത്താൽ ഈ ടൈമിനുള്ളിൽ ഈ ചാപ്റ്റർ തീരില്ല. ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്ത് നോക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ചെയ്തിട്ട് പിന്നെ അത് കൂടാതെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നിങ്ങളുടെ അഭിപ്രായം നിർബന്ധമായിട്ടും താഴെ പറയണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞോ, ഒരു പ്രശ്നമില്ല. ഓക്കെ അല്ലേ? അപ്പോൾ പിന്നെ വേറൊരു ചെറിയ കാര്യം കൂടി, അതായത് ഇതുപോലുള്ള ക്ലാസ്സുകൾക്ക്
നിങ്ങൾക്ക് നമ്മുടെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ യൂട്യൂബിൽ വളരെ കുറച്ച് ക്ലാസ്സുകൾ മാത്രമേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. യൂട്യൂബിൽ വളരെ കുറച്ച് ക്ലാസ്സുകൾ മാത്രമേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഒരു ലൈവോ ഇതുപോലുള്ള വൺ ഷോട്ടുകളോ മാത്രമേ ഉള്ളൂ. നമ്മളുടെ വളരെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകളും ക്വസ്റ്റ്യനുകളും എല്ലാം ഉള്ളത് നമ്മുടെ സൂപ്പർ ബാച്ച് ആപ്പിലാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ ഇതുപോലെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ സൂപ്പർ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ചു ചോദിക്കാം. താഴെ ഒരു സ്ക്രോള് പോകുന്നുണ്ട് നമ്പർ. ആ നമ്പറിൽ വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇവിടുത്തെ നമ്മളുടെ എല്ലാ പ്രത്യേകതകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് ഈ ഇപ്പോൾ എടുത്ത ക്ലാസ്സിൻ്റെ നോട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ ഒരു കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൻ്റെ നോട്ട് കിട്ടുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പഠിക്കുക.